എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 43 ശ്ലോകം 32, 33, 34, 35, 36, 37, 38, 39, 40 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 43-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. രണ്ടുപേരുടെ മഹത്വത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ ജനങ്ങൾ പറയണതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചാണൂര് ദേഷ്യം വന്നു. ചാണൂരന് അങ്ങനെ പുകഴ്ത്തി പറയണത് കേട്ടപ്പോ വേഗം രാമകൃഷ്ണന്മാരുടെ നേർക്കങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇതാ പറയണം: കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. ഹേ നന്ദസൂനോ ഹേ രാമ ഭവന്തൗ വീരസമ്മതൗ നിയുദ്ധകുശലൗ ശ്രുത്വാ രാജ്ഞാഹൂതൗ ദിദൃക്ഷുണ. ചാണൂരൻ പറയാ: ഹേ നന്ദകുമാര, ഹേ രാമ, നിങ്ങള് വീര്യമുള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം. മല്ലയുദ്ധത്തില് നിങ്ങൾ നല്ല സാമർഥ്യമുള്ളവരാ. നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് രാജാവ് നിങ്ങളെ വരുത്തിയത്, നിങ്ങളുടെ ഈ മല്ലയുദ്ധത്തിന്റെ സാമർഥ്യം അറിഞ്ഞിട്ട്. പ്രിയം രാജ്ഞ പ്രകുറുവന്ത്യ ശ്രേയോ വിന്ദന്തി വൈ പ്രജാ മനസാ കർമ്മണാ വാച വിപരീതമതോന്യഥ. അതുകൊണ്ട് നിങ്ങള് മനസ്സാ വാച കർമ്മണ, രാജാവിന്റെ ഹിതചിന്തനം, ഹിതാചരണം, യഥാർത്ഥ പ്രിയ സംഭാഷണം, ഇങ്ങനെയൊക്കെ ചെയ്ത് രാജാവിന്റെ പ്രീതി സമ്പാദിക്കണം. രാജാവ് നിങ്ങളെ ഇവിടെ വരുത്തിയതല്ലേ, അപ്പൊ രാജാവിന്റെ പ്രീതി സമ്പാദിക്കണം. രാജാവിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്ന പ്രജകൾക്കാണ് ഐശ്വര്യാദി പരമശ്രേയസ്സൊക്കെ ഉണ്ടാവുന്നത്. അതിന് വിപരീതമായിട്ട് രാജാവിന്റെ അപ്രീതി സമ്പാദിക്കുന്നവരോ അവർക്ക് ബന്ധനം, മരണം മുതലായ കഠിന ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുകയാണ് ചാണൂരൻ. നിത്യം പ്രമുദിതാ ഗോപാ വത്സപാലായഥാ സ്ഫുടം വനേഷു മല്ലയുദ്ധേന ക്രീഡന്തശ്ചാരയന്തികാ. നിങ്ങള് മല്ലയുദ്ധം അറിഞ്ഞുകൂടാന്നൊക്കെ വെറുതെ ഒഴിവ് കഴിവൊന്നും പറയണ്ട. പശുക്കുട്ടികളെ മേയ്ക്കുന്ന ഈ ഗോപകുമാരന്മാര് കാടുകളിൽ ചെന്നാൽ അത്യുത്സാഹത്തോടെ എല്ലാ ദിവസവും മല്ലയുദ്ധം ചെയ്ത് കളിച്ചുകൊണ്ടാണ് പശുക്കളെ മേയ്ക്കണത് എന്ന സംഗതി ലോകത്തിൽ പ്രസിദ്ധമാണ്. അപ്പൊ നിങ്ങൾ യുദ്ധകുശലന്മാര് തന്നെ എന്നതിൽ ഒരു സംശയവും. മാട് മേയ്ക്കുന്ന നിങ്ങൾ എന്നോട് എതിർക്കാൻ ശക്തന്മാരാണോ? ഞങ്ങൾ ശക്തന്മാരല്ല എന്ന് പറയണത് അത് വെറുതെ പറയണത് എനിക്കറിയാമെന്ന് പറയാം. അത് കുറച്ച് പരിഹാസമായിട്ടാ പറയണത്. നിങ്ങൾ മാട് മേയ്ക്കുന്നവരാണ്, എന്നാലും നിങ്ങൾ യുദ്ധകുശലന്മാരാണ്. തസ്മാത് രാജ്ഞപ്രിയം യൂയം വയം ച കരവാമഹേ ഭൂതാനി നഃ പ്രസീദന്തി സർവഭൂതമയോ നൃപ. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും ഒരുപോലെ രാജാവിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യണം. മഹാരാജാവിന്റെ പ്രീതി സമ്പാദിക്കണം. നമ്മള് മഹാരാജാവ് പറയണതിനനുസരിച്ചിട്ട് ആ ആജ്ഞ നമ്മൾ രണ്ടുപേരും പരിപാലിക്കണം. അങ്ങനെ ചെയ്താൽ സകല ഭൂതങ്ങളും നമ്മളുടെ നേരെ സന്തോഷിക്കും. എന്തുകൊണ്ടെന്നാൽ രാജാവ് സകല ഭൂതങ്ങളുടെയും സ്വരൂപമായിരിക്കുന്ന പരമാത്മാവാണ്. അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ചാണൂരൻ. തന്നിശമ്യാബ്രവീർ കൃഷ്ണോ ദേശകാലോചിതം വച നിയുദ്ധമാത്മനോഭീഷ്ടം മന്യമാനോഭിനന്ത്യച്ച. ചാണൂരൻ പറഞ്ഞത് കേട്ടപ്പോ ഭഗവാൻ തനിക്ക് ഏറ്റവും സമ്മതമായിട്ടുള്ള ദ്വന്ദ്വ യുദ്ധത്തിന് അവസരം സിദ്ധിച്ചുവല്ലോ എന്നോർത്ത് മനസ്സുകൊണ്ട് വളരെ സന്തോഷിച്ചു. പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞത്: പ്രജാഭോജപതേരസ്യ വയം ചാപി വനേജരാ കരവാമപ്രിയം നിത്യം തന്ന പരമനുഗ്രഹ. കാട്ടില് വസിക്കുന്ന ഞങ്ങളും ഈ ഭോജരാജാവിന്റെ പ്രജകൾ തന്നെയാണ്. അവിടുത്തെ ഇഷ്ടം എപ്പോഴും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കവുമാണ്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് പരമശ്രേയസ് ഉണ്ടാകും എന്നതിലൊന്നും ഒട്ടും സംശയമില്ല. ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. മഹാരാജാവിന്റെ ആജ്ഞ അനുസരിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. ബാലാവയം തുല്യബലൈ
ക്രീഡിഷ്യാമോ യഥോചിതം ഭവേന്നിയുദ്ധം മാധർമ്മ സ്പൃശേൻ മല്ലസഭാസദ. എന്നാലേ ഞങ്ങള് പക്ഷെ കുട്ടികളല്ലേ, ഞങ്ങളെ പോലെയുള്ള വയസ്സും ബലവും ഉള്ളവരോട് ഞങ്ങൾ കളിക്കും. നിങ്ങളെ പോലെയുള്ള ഇത്ര ബലിഷ്ഠന്മാരോട് കൂടി യുദ്ധം ചെയ്യാൻ തക്കവരല്ല ഞങ്ങള്. ദ്വന്ദ്വയുദ്ധം ചെയ്ത് കളിക്കും ഞങ്ങള്, പക്ഷെ ഹിംസിക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. അതാണ് അതിന്റെ അർത്ഥം. കുട്ടികളുടെ കൂടെ ഞങ്ങൾ ദ്വന്ദ്വയുദ്ധം ചെയ്യാം. നമ്മളുടെ ഒപ്പം പ്രായത്തിലുള്ളവര് സമന്മാരോട് ഞങ്ങൾ യുദ്ധം ചെയ്യുള്ളൂ. അപ്പോഴേ ധർമ്മയുദ്ധം ആവുള്ളൂ. ബാലന്മാരോട് ബലവാന്മാര് പോരാടുന്നത് അധർമ്മല്ലേ? ആ യുദ്ധം കാണുന്ന സദസ്യർക്കു കൂടി അധർമ്മം ബാധിക്കും. അങ്ങനെയുള്ള അധർമ്മം സഭാവാസികൾക്ക് ഉണ്ടാകാതിരിക്കത്തക്ക വിധം നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്ത് കളിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ഇത് കേട്ടപ്പോ ചാണൂരൻ പറയാ, ന ബാലോ ന കിശോരസ്ത്വം ബലശ്ച ബലിനാം വര ലീലയേ ഭോഹതോ യേന സഹസ്രദ്വീപസത്വഭൃത്. അപ്പോ ബലവാന്മാരിൽ വെച്ച് പ്രധാനിയായ ബലരാമനും നീയും ബാലനൊന്നുമല്ല, ബാലനും അല്ല, കിശോരനും അല്ല. എന്തുകൊണ്ടെന്ന് 1000 ആനകളുടെ ബലമുള്ള ആ കുവലയാപീഠം എന്ന ഗജത്തെ നിങ്ങൾ ഒരു പ്രയാസം കൂടാതെ വധിച്ചില്ലേ? പിന്നെയാ നിങ്ങള് കുട്ടികളൊന്നുമല്ല. ആഹാ പറയുന്നത് ചാണൂരൻ. തസ്മാത് ഭവഭ്യാം ബലിഭിർ യോദ്ധവ്യം നാനയോത്ര വൈ മയി വിക്രമവാർഷ്ണേയ ബലേന സഹമുഷ്ടിക. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പോലെയുള്ള ബലശാലികളോട് യുദ്ധം ചെയ്യാൻ തക്ക യോഗ്യന്മാര് തന്നെയാണ്. അത്ര ബാലനും അല്ല, കിശോരനും അല്ല ഞങ്ങൾ. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാണ് ചാണൂരൻ. അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്ത് നിന്റെ പരാക്രമം കാണിച്ചതാണ്. രാമൻ മുഷ്ടികനോട് യുദ്ധം ചെയ്യട്ടെ, നീ എന്നോട് കൂടി യുദ്ധം ചെയ്യണം ഭഗവാനോട് പറയാണ്. അങ്ങനെ ദ്വന്ദ്വയുദ്ധം ആരംഭിക്കണു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർത്ഥേ ത്രിചത്വാരിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 43-ാമത്തെ അധ്യായം ആ രാമകൃഷ്ണന്മാരുടെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.